നിങ്ങൾ തൃശ്ശൂരുള്ള TJM ജ്വല്ലറിയെ കുറിച്ച് കേട്ടിട്ടില്ലേ? TJMൽ ഡിസൈനർ ആഭരണങ്ങളുടെ ഒരു ഗംഭീര കളക്ഷൻ തന്നെയുണ്ട്, അതും നിർമ്മാണ വിലയിൽ. കഴിഞ്ഞ 31 വർഷമായി TJM ഹോൾസെയിൽ മാനുഫാക്ചറിംഗ് രംഗത്തുണ്ട്. അതുകൊണ്ട് ധൈര്യമായി വിശ്വസിക്കാം. TJM ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തൻപള്ളിക്ക് പിൻവശം, പള്ളിക്കുളം റോഡ്, തൃശ്ശൂർ. കുറാഞ്ചേരിയിൽ നിന്ന് തൃശൂർ ഭാഗത്തേക്കുള്ള അംഗീകൃത ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ഇനി ബസ്സുകൾ നിർത്തും. ഇതിനായി മോട്ടോർ വാഹന വകുപ്പ് രംഗത്തിറങ്ങി. നമ്മുടെ വടക്കാഞ്ചേരി അതിർത്തിയിലുള്ള കുറാഞ്ചേരി ബസ് സ്റ്റോപ്പിലെ ബസ് ബേയിൽ ബസ് നിർത്താത്തതുമായിട്ട് സംബന്ധിച്ച് ഒരുപാട് പരാതികൾ പൊതുജനങ്ങളുടെ ഇടയിൽ നിന്നും പിന്നെ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലിൻ്റെ ഇടയിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. ആയതിന് നമ്മൾ ബസ് ഓണേഴ്സ് അസോസിയേഷനും അതിൻ്റെ ഭാരവാഹികളും ഓണർമാരെയും വിളിച്ച് ചർച്ച നടത്തിയിട്ടുണ്ട്. ഇതിൽ ബസ് ബേയിൽ കയറ്റി നിർത്താത്തത് മൂലം, ജംഗ്ഷനിൽ വണ്ടി നിർത്തുന്ന മൂലം പിന്നിൽ വരുന്ന വാഹനങ്ങൾക്ക് മറികടക്കാൻ പറ്റാതെ അപകടങ്ങൾക്കും ബ്ലോക്കിനും കാരണമാകുന്നുണ്ട്. ആയത് പരിഹരിക്കുന്നതിന് ഇവരെ മുതലാളിമാരോട്, എല്ലാ ബസ് ഓണേഴ്സ് മുതലാളിമാരോടും അസോസിയേഷൻ്റെ ആൾക്കാരോടും നമ്മൾ വിളിച്ച് ഇന്ന് ചർച്ച നടത്തിയിട്ടുണ്ട്. അതിലവർ തൊഴിലാളികളുമായിട്ട് നിർദ്ദേശം നൽകിയിട്ട് ഇത് പരമാവധി പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ ബസ് ബേയിൽ തന്നെ, നിർദ്ദിഷ്ട ബസ് ബേയിൽ തന്നെ വാഹനം നിർത്താൻ സൗകര്യം ഒരുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, സമ്മതിച്ചിട്ടുണ്ട്. ആയത് ഞങ്ങൾ എൻഫോഴ്സ് ചെയ്യും. അതുപോലെ അത് പാലിക്കാത്ത ഡ്രൈവർമാർക്കെതിരെ നടപടിയെടുക്കുകയും കണ്ടക്ടർമാർക്കെതിരെ നടപടിയെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന് പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്ന് കൂടി മതിയായ സഹകരണം നൽകണം. കാരണം ബസ് ബേയിൽ ബസ് നിർത്തുമ്പോൾ അവിടെ ചെന്ന് കയറാനുള്ള മര്യാദ യാത്രക്കാരും കാണിക്കണം. അതുപോലെ ആ പരിസരത്ത് മറ്റ് പാർക്കിംഗ് ഒന്നും അനുവദിക്കുന്നതല്ല. അതിന് പൊതുജനങ്ങളുടെ സഹകരണം അത്യാവശ്യമാണ്. ഇനി വരും ദിവസങ്ങളിലും ചെക്കിംഗ് ഉണ്ടായിരിക്കുകയും മതിയായ സൗകര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാനുള്ള ബാധ്യത ബസ്സുകാരുടെ ഭാഗത്തുനിന്നും പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്നും ഉള്ള സഹകരണം കൂടി പ്രതീക്ഷിച്ചുകൊള്ളുന്നു. ഇതിനായി മോട്ടോർ വാഹന വകുപ്പ് രംഗത്തിറങ്ങി. 2 സംസ്ഥാന പാതകൾ സംഗമിക്കുന്ന ഏറെ തിരക്കുള്ള കുറാഞ്ചേരി ആലിൻചുവട്ടിലെ 4 കൂടിയ ജംഗ്ഷനിലാണ് ബസ്സുകൾ നിർത്തിയിരുന്നത്. വേലൂരിൽ നിന്നെത്തുന്ന വാഹനങ്ങൾ യാത്രക്കാരെ കയറ്റുന്നതും ഇറക്കുന്നതും ഈ ജംഗ്ഷനിലാണ്. കുത്തുപാറ ഭാഗത്തു നിന്ന് എത്തുന്നവർ സംഗമിക്കുന്നതും ഇവിടെ തന്നെ. ഇവിടെ നിന്ന് ഏതാനും മീറ്റർ അകലെയാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം. അങ്ങോട്ട് നടക്കാൻ ജനത്തിനുമുണ്ടായിരുന്നു മടി. ബസ്സുകൾ നിർത്താതായതോടെ കാത്തിരിപ്പ് കേന്ദ്രം പരിസരം വിവിധ വാഹനങ്ങളുടെ പാർക്കിംഗ് ഇടമായിരുന്നു. ഏറെ തിരക്കുള്ള സ്കൂൾ ഓഫീസ് സമയങ്ങളിൽ പോലും ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് മുന്നിൽ ടോറസ് ചരക്ക് ലോറികളുടെ നിരയാണ്. ഇതുമൂലം കാത്തിരിപ്പ് കേന്ദ്രത്തിന് മുന്നിൽ ബസ്സുകൾ നിർത്തുക എന്നതും ദുഷ്കരമായിരുന്നു. നിരന്തര പരാതിയെ തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് ബസ് ഉടമകളുടെ യോഗം വിളിച്ചു ചേർത്ത് കർശന നിർദ്ദേശം നൽകി. ജോയിന്റ് RTO S. ശ്രീജിത്ത്, MVI മനോജ് കുമാർ, AMVIമാരായ ഷീബ, സെന്തിൽ എന്നിവർ നേതൃത്വം നൽകി. സംസ്ഥാന പാതയ്ക്ക് നടുവിൽ നിർത്തുന്ന ബസ്സുകൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു.